മന്ത്രിയുടെ മുന്നിൽ അർദ്ധനഗ്നരായി നൃത്തം ചെയ്യുന്ന വനിതാ നർത്തകരുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് സ്റ്റാലിൻ്റെ DMK പാർട്ടി. കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു വീഡിയോയിൽ തമിഴ്നാട് മന്ത്രി എസ് പെരിയ കറുപ്പനാണ് യുവതികളുടെ നൃത്തപ്രകടനത്തിൽ കൈയടിച്ച് ആഹ്ലാദിക്കുന്നത്. ശിവഗംഗ ജില്ലയിൽ ഉദയനിധി സ്റ്റാലിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിനായി നടന്ന പാർട്ടിയിൽ സ്ത്രീകളുടെ നൃത്തമുണ്ടായിരുന്നു. എന്നാൽ തമിഴ് സംസ്കാരത്തിൻ്റെയും സ്ത്രീകളുടെ അന്തസ്സിനെയും ഹനിക്കുന്നതാണ് ഈ സംഭവമെന്ന് ആരോപിച്ച് BJP രംഗത്ത് വന്നു. വിനോദത്തിലും ആഘോഷത്തിലും മാത്രം മുഴുകാൻ വേണ്ടി എന്തിനാണ് സർക്കാർ സ്ഥാനം ഏറ്റെടുക്കുന്നത്? മുതിർന്ന മന്ത്രിമാർ യാതൊരു യോഗ്യതയുമില്ലാതെ പാരമ്പര്യ പിന്തുടർച്ചയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് കയറിയിരിക്കുന്ന ഒരുത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത് അടിമത്തമാണ്. പരിപാടിയെ ഒരു അശ്ലീല കാഴ്ചയാക്കി മാറ്റി അതിനെ പുകഴ്ത്തുന്നത് തീർത്തും അപമാനകരമാണ്. അർദ്ധനഗ്ന വസ്ത്രം ധരിച്ച സ്ത്രീകളെ വിളിച്ചു വരുത്തി നൃത്തം ചെയ്യിക്കുകയും കൈയടിക്കുകയും ചെയ്യുന്ന DMK നേതാക്കളെ ഇനി തമിഴ്നാട്ടിലെ സ്ത്രീകൾ പരാതി നൽകാൻ എങ്ങനെ ആശ്രയിക്കും? ഇത് തികച്ചും ലജ്ജാകരമാണെന്നും BJP തമിഴ്നാട് ഘടകം Xൽ അവരുടെ ഒരു പോസ്റ്റിൽ പറയുന്നു. എന്നാൽ മന്ത്രി സ്ത്രീകളോട് നൃത്തം ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്ന ആരോപണം DMK വൃത്തങ്ങൾ നിഷേധിക്കുകയാണ്. സ്ത്രീകൾ സ്വയം ആ വേദിയിൽ നിന്നും ഇറങ്ങി വന്ന് മന്ത്രിയുടെ മുന്നിൽ നൃത്തം ചെയ്യാൻ തുടങ്ങിയതാണെന്നാണ് DMK വൃത്തങ്ങൾ പറയുന്നത്. AIADMKയും ഇത്തരം നൃത്തപരിപാടികൾ നടത്തിയതായി അവർ ആരോപിക്കുന്നുണ്ട്. ശിവഗംഗ ജില്ലയിൽ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിനായി നടന്ന പാർട്ടിയിലാണ് യുവതികൾ ഇങ്ങനെ അർദ്ധനഗ്നരായി നൃത്തം അവതരിപ്പിച്ചത്. ജന്മദിനാഘോഷ പരിപാടി വെറും ഒരു അശ്ലീല കാഴ്ചയാക്കി മാറ്റിയെന്നും അതിനെ പ്രശംസിക്കുന്നത് അപമാനകരമാണെന്നും BJP ആരോപിക്കുന്നു. ഇത്തരക്കാർക്ക് ആത്മാഭിമാനത്തെക്കുറിച്ചോ യുക്തിസഹമായ ചിന്തയെക്കുറിച്ചോ സംസാരിക്കാൻ യോഗ്യതയുണ്ടോ എന്നാണ് BJP ചോദിക്കുന്നത്. നിയമസമാധാന ലംഘനങ്ങൾ, ആരോഗ്യ സംവിധാനങ്ങളുടെ അഭാവം, അഴിമതി, ദുഷ്പ്രവർത്തികൾ എന്നിവയാൽ തമിഴ്നാട്ടിലെ സർക്കാർ സംവിധാനം ഇതിനകം തകർന്നിരിക്കുമ്പോൾ മുഖ്യമന്ത്രി മുതൽ മുതിർന്ന മന്ത്രിമാർ വരെ എല്ലാവരും ഇത്തരം വിനോദങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തികച്ചും ലജ്ജാകരമായ ഒരു സംഭവമാണെന്നും BJP പറഞ്ഞു. DMK നേതാക്കളുടെ മാനസിക അവസ്ഥയാണ് ഈ സംഭവത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് AIADMK വക്താവായ കോവൈ സത്യനും പറയുന്നു. മന്ത്രി പെരിയ കറുപ്പൻ ഉൾപ്പെട്ട ആദ്യത്തെ വിവാദമല്ല ഇതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇത് DMKയുടെ സ്ത്രീവാദമാണോ അവരുടെ അന്തസ്സാണോ എന്നും അദ്ദേഹം ചോദിച്ചു. ഈ വീഡിയോ പൊതുമാന്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നു എന്നാണ് AIADMK നേതാവായ പശുപതി ചെന്തിലും പറയുന്നത്. ഈ വിവാദത്തെക്കുറിച്ച് DMK ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എങ്കിലും ഈ സംഭവം മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വത്തിനുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയാണ്.